നമസ്കാരം. അടിയന്തരമായി സഹായം ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഉപരോധത്തിൽ അയവ് വരുത്തിയിട്ടും ഗാസയിലേക്ക് 5 ട്രക്കുകൾ മാത്രമേ ഇസ്രായേൽ കടത്തിവിടുന്നുള്ളൂ. US, കാനഡ, ഫ്രാൻസ്, UK എന്നിവ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രായേൽ ഉപരോധത്തിൽ അയവ് വരുത്തിയത്. കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ വഹിച്ചുകൊണ്ട് 5 ട്രക്കുകൾ മാത്രമാണ് തിങ്കളാഴ്ച ഗാസയിലേക്ക് പ്രവേശിച്ചതെന്നും ആവശ്യമുള്ളവരിലേക്ക് ഇതുവരെ സഹായം എത്തിയിട്ടില്ലെന്നും UN ഹ്യൂമാനിറ്റേറിയൻ മേധാവി ടോം ഫ്ലെച്ചർ പറഞ്ഞു. വരുന്ന 2 ദിവസങ്ങളിൽ തങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ 14,000 കുഞ്ഞുങ്ങൾ വരെ മരിക്കാൻ സാധ്യതയുണ്ട്. പോഷകാഹാരക്കുറവ് കാരണം ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ അവരുടെ അമ്മമാർക്ക് കഴിയുന്നുമില്ല. ആ കുഞ്ഞുങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കുക എന്നത് വെല്ലുവിളി തന്നെയാണ്. മാനുഷിക പിന്തുണയിൽ അടിയന്തര വർധനവ് വരുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും പോഷകാഹാരവും നിറച്ച 100 ട്രക്കുകളാണ് ഗാസയിലേക്ക് കഴിഞ്ഞ ദിവസം പുറപ്പെട്ടത്. വരും ദിവസങ്ങളിൽ ഈ 14,000 കുഞ്ഞുങ്ങളെയും പരമാവധി വരെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി.